പള്ളിക്കൂദാശക്കാലം രണ്ടാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സാബത്ത് വിവാദം. കരുണ നിയമത്തെ കീഴടക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. കരുണയുടെ മുഖവും നന്മയുടെ ചങ്കുമായി സ്വർഗത്തിൽ നിന്നും ലോകത്തിലേക്ക് വന്നവനെ ലോകത്തിന്റെ നിയമങ്ങൾ തളച്ചിടാൻ അധികാര മേലാളന്മാർ പരിശ്രമിക്കുന്നു. സാബത്ത് നിയമം നൽകിയവനോട് നിയമം മനുഷ്യന് മേലെയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ സാബത്ത് നിയമം മനുഷ്യന് വേണ്ടിയാണെന്ന് അവൻ ഉത്തരം കൊടുക്കുന്നു. നന്മയുടെ അവതാരമായവനെ നിയന്ത്രിക്കുവാൻ തിന്മയ്ക്കാകുമോ? വെളിച്ചത്തെ മറയ്ക്കുവാൻ ഇരുളിന് കഴിയുമോ? സത്യത്തെ കീഴടക്കാൻ അസത്യത്തിന് സാധ്യമോ? നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും പുറപ്പെടുവിക്കാനാകാമോ? ലോകത്തിൽ തിന്മയുടെ അതിപ്രസരമായതിനാൽ നന്മ ഞെരിഞ്ഞമരുകയാണ്. നന്മയെ തിന്മയാക്കുന്ന ലോകം. നന്മ ചെയ്യുമ്പോൾ തിന്മയുടെ ശക്തി അടങ്ങിയിരിക്കില്ല. അത് ലോകസാധാരണം. നന്മ നടമാടാതിരിക്കാൻ നിയമത്തിന്റെ വാളേന്തി അവർ പാഞ്ഞെടുക്കും. നഷ്ടധൈര്യരാകാതെ നന്മയുടെ വഴിയെ മുന്നോട്ടു പോവുക. പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിന്റെ കരുണയെ കൽപ്പനകളാക്കുന്ന അണക്കെട്ടുകൾ നിർമ്മിച്ച് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഫരിസേയരെ നാം ഇന്ന് കണ്ടുമുട്ടുന്നു. എന്നാൽ നന്മ തടഞ്ഞു നിർത്താൻ നിർമ്മിച്ചിരിക്കുന്ന നിയമത്തിന്റെ അണക്കെട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആവശ്യാനുസരണം തുറക്കാൻ അവർക്ക് മടിയില്ല. സാബത്ത് നാളിൽ സ്വന്തം ആട് കിണറ്റിൽ വീണാൽ അതിനെ രക്ഷിക്കാൻ സാബത്ത് നിയമം അവർ ലംഘിക്കുന്നു. ബലിയർപ്പണവും ബലിവസ്തുക്കളും ഏറ്റവും പൂജ്യവസ്തുക്കളാണെന്ന് കരുതുന്നവർ തന്നെ സാബത്ത് നാളിൽ ബലിയപ്പം എടുത്തു ഭക്ഷിച്ചവരെ ന്യായീകരിക്കുന്നുണ്ട്. അവരോട് അവൻ പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോസിയ 6:6, മത്തായി 12:7. സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. മത്തായി 12:12. എന്നിട്ട് കൈ ശോഷിച്ച ഒരുവന് അവർ കാണുകയെ സൗഖ്യം നൽകുന്നു. യേശുവോളം വലിയ സമുദായ യോദ്ധാകരൊന്നും ഇന്നുവരെ ലോകത്ത് ജനിച്ചിട്ടില്ല. കാരുണ്യവും മാനവികതയും മനുഷ്യത്വവുമാണ് അവൻ പഠിപ്പിച്ചു തന്ന ക്രിസ്തീയത. പ്രാധാന്യക്രമം തെറ്റിപ്പോയ യഹൂദ മത അൽമകതയെ തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമത്തിന് അവൻ രൂപം കൊടുത്തു. അമ്പരചുംബികളായ ദേവാലയങ്ങൾ നിർമ്മിച്ചും ആഡംബരപൂർണമായ രൂപതകൾ സ്ഥാപിച്ചും കച്ചവടലാക്കോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും പണിതും ക്രിസ്തീയതയുടെ പ്രാധാന്യക്രമം നാം ത്യജിച്ചു. എല്ലാം നല്ല ഉദ്ദേശം തന്നെ, പക്ഷേ മാർഗം തെറ്റിപ്പോയിട്ടില്ലേ? പത്രോസിനെ പോലെയും സക്കേവൂസിനെ പോലെയും തിരിച്ചു നടക്കാനുള്ള ആർജത്വവും ചങ്കൂറ്റവും നമുക്കുണ്ടോ? സാമ്പത്തിക ഉച്ചനീചത്വങ്ങളെ തുടച്ചു നീക്കാൻ പണക്കാരന്റെ സ്വത്ത് കൊള്ളയടിക്കുകയും പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ കഥ കളവിനെ ഉദാത്തവൽക്കരിക്കുന്ന മലയാള മനസ്സാണ്. പക്ഷേ സമ്പന്നർ അവനെ തൂക്കിക്കൊന്നു. തന്റെ പഠിപ്പും പാണ്ഡിത്യവും ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഗാന്ധിജിയെ വർഗീയവാദികൾ വെടിവെച്ചു കൊന്നു. അധാർമികതയ്ക്കെതിരെ നിലകൊണ്ട സ്നാപകന്റെ കൈ തറക്കപ്പെട്ടു. അസമത്വത്തിനെതിരെ പോരാടിയ വാഴ്ത്തപ്പെട്ട റാണിയ മരിയ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ സത്യത്തിനും വിശ്വാസത്തിനും വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളുടെ കഥയാണ് കത്തോലിക്ക സഭ. എല്ലാവർക്കും മുന്നോടിയായി കരുണാമയനായന്റെ പേരിൽ യേശുവും കുരിശിലേറ്റപ്പെട്ടു. എന്നാൽ സത്യവും നീതിയും ധർമ്മവും ഒക്കെ എല്ലാ മൂല്യങ്ങൾക്കും ഉപരിയാണ് എന്ന് ലോകചരിത്രം സാക്ഷിക്കുന്നു. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നൂർച്ചാല് പോലെയും. ആമോസ് 5:24. ജലം എല്ലാ പ്രതിസന്ധികളെയും അതിലംഘിച്ചുകൊണ്ട് താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ദൈവിക മൂല്യങ്ങളായ കരുണ, ദയ, സ്നേഹം, ആർദ്രത, ക്ഷമ, ആനന്ദം, വിശ്വസ്തത, സന്തോഷം, സൗമ്യത, ആത്മസംയമനം, ഗലാത്യ 5:22-23 എന്നിവ മാത്രമാണ് ഈ ലോകത്തിലും പരലോകത്തിലും നിലനിൽക്കുന്നവ.